കാലവർഷം കനത്തതോടെ മഹാരാഷ്ട്രയിൽ പ്രളയസമാനമായ സാഹചര്യം. വരും മണിക്കൂറുകളിൽ മുംബൈയിലും സബർബൻ മേഖലകളിലും അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നഗരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴ പെയ്യാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇതുവരെ 5 പേരാണ് മഹാരാഷ്ട്രയിലെ മഴക്കെടുതിയിൽ മരണപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 8 മണിവരെയുള്ള 24 മണിക്കൂറിനുള്ളിൽ മുംബൈയുടെ പല ഭാഗങ്ങളിലും 100 മില്ലിമീറ്ററിലധികം മഴയാണ് രേഖപ്പെടുത്തിയത്. മുംബൈയിലെ ബാന്ദ്രയിൽ 150.6 മില്ലിമീറ്ററും പരേലിൽ 141.8 മില്ലിമീറ്ററും വിക്രോളിയിൽ 143 മില്ലിമീറ്ററും മഴ ലഭിച്ചു. നഗരത്തിലെ ഭൂരിഭാഗം റോഡുകളും വെള്ളത്തിനടിയിലായി. താഴ്ന്ന പ്രദേശങ്ങളിൽ കടുത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പൊതുഗതാഗത സംവിധാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും മുംബൈയിലേക്ക് എത്താൻ ട്രെയിനുകൾ പലതും വൈകിയാണ് ഓടുന്നത്. മുംബൈക്ക് പുറമെ പൂനെ, താനെ എന്നീ നഗരങ്ങളിലും കനത്ത മഴയെ തുടർന്ന് കിലോമീറ്ററുകളോളം നീളുന്ന വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം കടലിൽ 4.26 മീറ്റർ ഉയരത്തിൽ ശക്തമായ വേലിയേറ്റത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മഴയോടനുബന്ധിച്ചുണ്ടായ വിവിധ അപകടങ്ങളിൽ മുംബൈയിൽ 3, പൂനെ, താനെ എന്നിവിടങ്ങളിൽ ഓരോ മരണം വീതവുമാണ് റിപ്പോർട്ട് ചെയ്തത്. ജൂൺ 30 മുംബൈയിൽ സ്കൂൾ ബസിന് മുകളിലേക്ക് പേരാൽ മരം മറിഞ്ഞു വീണ 11 വയസ്സുകാരൻ മരിച്ചിരുന്നു. സാക്കിനാക്കിയിൽ കനത്ത മഴയ്ക്കിടയിൽ ജോലിക്ക് നടന്നു പോകുകയായിരുന്ന 55-കാരൻ റോഡിലെ തുറന്ന മാൻഹോളിൽ വീണ മരിച്ചു. ശുചീകരണത്തിനായി കോൺട്രാക്ടർമാർ മാൻഹോൾ തുറന്നിരുന്നു. എന്നാൽ ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിരുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. മിരഫയന്തർ മേഖലയിൽ മരം കടപുഴകി വീണ മറ്റൊരാളും മരിച്ചു. പൂനെയിലെ ലോണി കൽഫോറിൽ ഓട നിർമ്മാണത്തിനായി കോൺട്രാക്ടർമാർ എടുത്തുവച്ചതും മഴവെള്ളം നിറഞ്ഞതുമായ കുഴിയിൽ വീണ 2 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. താനെയിൽ കനത്ത മഴയ്ക്കിടയിൽ റോഡിൽ വഴുതി വീണ 35-കാരൻ ട്രാൻസ്ഫോമറിൽ നിന്നും വൈദ്യുതി പ്രവഹിച്ച ലൈനിൽ തട്ടി ഷോക്കേറ്റ് മരിച്ചു. നവി മുംബൈയിൽ റോഡിലെ വെള്ളക്കെട്ടിലൂടെ നടന്നുപോയ 2 കോളേജ് വിദ്യാർത്ഥികൾക്ക് ഭൂഗർഭ കേബിളിൽ നിന്ന് ഷോക്കേറ്റെങ്കിലും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിതമായിരിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പൂനെയിലെ ഫോർ മഹാദ് റോഡിലും സിംഹട്ട് കോട്ടയ്ക്ക് സമീപവും ഉരുൾപൊട്ടലുണ്ടായി. മുൻകരുതലായി വനംവകുപ്പ് കോട്ട അടച്ചുപൂട്ടി. പൂനെയിലെ കട്ട് മേഖലകളിൽ ജൂലൈ 5 വരെ റെഡ് അലർട്ട് തുടരും. സുരക്ഷ മുൻനിർത്തി താനെ ജില്ലയിലും കല്യാൺ, ഡോം, ബിവിലി മുനിസിപ്പൽ പരിധിയിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഡുകളിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ ഗതാഗതം സ്തംഭിച്ചു. മുംബൈ ലോക്കൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും പലയിടത്തും സർവീസുകൾ വൈകുന്നുണ്ട്. കടലിൽ 4.26 മീറ്റർ ഉയരത്തിൽ വേലിയേറ്റത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയ്ക്ക് പുറമെ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ജൂലൈ ആദ്യവാരത്തിൽ കാലവർഷം കനത്തിരിക്കുകയാണ്. ഒഡീഷയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും രാജസ്ഥാനിൽ അതിശക്തമായ മഴയും രേഖപ്പെടുത്തുമ്പോൾ കേരളത്തിൽ പൊതുവെ വിസ്തൃതമായ മഴയുണ്ടെങ്കിലും വലിയ കുറവാണ് പ്രവചിക്കുന്നത്. ഒഡീഷയിൽ റെഡ് അലർട്ടും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് ഒഡീഷയിലെ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കന്ധമാൽ, ബൗദ്ധ, അങ്കുൽ, സഭൽപൂർ, സോനാപൂർ എന്നീ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. വരും ദിവസങ്ങളിൽ ഈ ന്യൂനമർദ്ദം ഛത്തീസ്ഗഡ് ഭാഗത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ കാലവർഷം സജീവമാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടും മറ്റ് 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ കനത്ത മഴ. സാധാരണയായി വരണ്ട കാലാവസ്ഥയുള്ള രാജസ്ഥാന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. ബലോത്ര ജില്ലയിലെ പഞ്ച്പന്ത്രയിൽ 8 സെന്റിമീറ്ററും ദുഗർപൂരിൽ 7 സെന്റിമീറ്ററും മഴ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.